Good afternoon. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണോ? അല്ല, എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ കുറെ ഇക്വേഷൻസ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോന്നിലും നമ്മൾ അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് വേണം ആ പെർസെന്റേജ് നോക്കിയിട്ടാണ് നാബ് അത് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന്. അതിനു വേണ്ടി നമ്മൾ നോക്കുന്ന കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് അല്ലെ. ഒന്നാമത് നമ്മൾ പറഞ്ഞതാണ് ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുക്കുന്ന ടൈം. കാണുന്ന ഫോർമുല എന്താ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുക്കുന്ന ആ ടൈം അതിനെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ മൊത്തത്തിലുള്ള അഡ്മിഷന്റെ എണ്ണം, എത്ര അഡ്മിഷൻ എടുത്തു ആ ഹോസ്പിറ്റല്, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. അവിടെ മൊത്തം എത്ര ടെസ്റ്റ് നടത്തി, അതില് നമ്മൾ എത്ര ഇറർ റിപ്പോർട്ട് ചെയ്തു, എത്ര പിശകുകള് ടെസ്റ്റിൽ എത്ര പിശകുകള് അവിടെ റിപ്പോർട്ട് ചെയ്തു, അതിന് 1000 കൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ്. അവിടെ റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 100. ഈ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസ്റ്റിക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേര്, എത്ര ശതമാനം ആളുകള് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. PPE പോലുള്ള ഇത് ധരിക്കണം എന്ന് പറഞ്ഞു ലാബിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്താ, ഡയഗ്നോസ്റ്റിക്കിൽ വർക്ക് ചെയ്യുന്നവര് അതിൻ്റെതായ സേഫ്റ്റി പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കണം. ഇപ്പൊ എക്സ്റേയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അപ്പൊ അതില് ഇപ്പൊ എല്ലാവരും പ്രിക്കോഷൻസ് എടുത്ത് നിൽക്കണമെന്നില്ല. അപ്പൊ അതില് എത്ര പേര് സ്റ്റാഫുകള് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്? എങ്ങനെയാ? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്. സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. അവിടെ മൊത്തമുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട്, ഡയഗ്നോസ്റ്റിക്കില് മൊത്തം ഉള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നാലാമത്തെ പറഞ്ഞായിരുന്നോ നമ്മള്? ഫോർത്ത് വൺ പറഞ്ഞിരുന്നല്ലേ? നാലെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത മെഡിക്കേഷൻ ഇറർ റേറ്റ് ആണ്. അവിടെ നമ്മൾ മൊത്തം മരുന്നുകളുടെ പിശകുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറർ. പിശകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് അവസരങ്ങളുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 4 ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 1ഉം 4ഉം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ നോട്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈ നമ്മളിപ്പോ ടിക്കറ്റ് പോണത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ബാക്കിന്റെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് 1ഉം 4ഉം പഠിക്കാം. പിന്നെ ഞാനൊരു കുഞ്ഞു സൂത്രപ്പണി പറഞ്ഞു തന്നായിരുന്നല്ലോ. നമ്മുടെ എന്താണോ ക്വസ്റ്റ്യൻ അതായിരിക്കും മിക്കവാറും ന്യൂമറേറ്ററിൽ വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഫോർമുലയായിരുന്നു ഇട്ടത്. അപ്പൊ അത് നോക്കിയപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് അതിന്റെ ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ഇടാം. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ആയിരിക്കും സൈൻ എടുക്കണേന്നുള്ളൂ. ഫോർമുലയിൽ ഒന്നും ചേഞ്ച് വരാറില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ച് ഇടുക, അല്ലെങ്കിൽ ആ സിമ്പിള് മാറ്റുക, അത്രയൊക്കെയാണ് ചെയ്യാറുള്ളൂ. അപ്പൊ 1ഉം 4ഉം നോട്ട് ചെയ്തിടുക. ഇനി അടുത്ത് നോക്കി നമുക്ക് 5ാമത്തെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻസ്.
Okay, percentage of medication charts with the error-prone abbreviations. നമ്മൾ abbreviated form ഒക്കെ കുറെ പഠിച്ചില്ലേ ടെർമിനോളജിയിലെ ലാസ്റ്റ് സെക്ഷനിൽ 327 അങ്ങനെ 300 സംതിങ് അബ്രിവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? നിങ്ങൾക്ക് അത്രയും പഠിക്കാറുണ്ട്. ടെർമിനോളജി പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്. ലാസ്റ്റ് സെക്ഷൻ ആണ് അബ്രിവേഷൻ വന്നത്. അപ്പൊ ഈ അബ്രിവേഷൻ നമ്മൾ ചാർട്ടിൽ നിന്ന് പിശകുകൾ വരാൻ സാധ്യതയുള്ള ഈ മെഡിക്കേഷന്റെ പെർസെന്റേജ് മനസ്സിലായി. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പാരസെറ്റമോളിനെ PCM എന്ന് ഷോർട്ട് ചെയ്ത് എഴുതാം. അബ്രിവേറ്റഡ് ഫോം ആണ് പാരസെറ്റമോൾ, PCM. അത് എന്താ ചിലപ്പോ അത് നമുക്ക് പിശക് വരാം. PCM എന്നൊക്കെ പാരസെറ്റമോൾ എന്ന് വായിക്കുന്നതിനേക്കാളും നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ വരാം. അപ്പൊ ഇങ്ങനെ അബ്രിവേഷൻസ് തന്നെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പലതും എഴുതുമ്പോ അതിനോട് മാച്ച് ചെയ്തതൊക്കെ വരാം. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന അബ്രിവേഷൻസില് പിശകുകൾ വരാൻ പറ്റുന്ന ആ മെഡിക്കേഷൻ ചാർട്ടുകളുടെ പെർസെന്റേജ് ആണ് പറയുന്നത്. അവിടെ നോക്കിയേ, error-prone abbreviation should be defined in accordance with the guidelines set down by for safe medication practice. error-prone abbreviation എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള മരുന്ന് രീതികൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള മാർഗ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിർവചിക്കേണ്ടതാണ്. അതായത് അബ്രിവേറ്റഡ് ഫോമും അതിന്റെ ഇതും ആ ചാർട്ടിൽ ഉണ്ടാവും. അപ്പോ ഈ ചില ആ ചാർട്ടുകളിലെ മൊത്തം മരുന്നുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതില് ചില അബ്രിവേറ്റഡ് ഫോംസ് നമുക്ക് പിശകാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്ന ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് error-prone abbreviation. അപ്പൊ അങ്ങനെ പിശക് വരാൻ സാധ്യതയുള്ള മരുന്നുകൾ ആ ചാർട്ടില് നമ്മള് ഈ അബ്രിവേഷൻസില് എറർ വരാൻ സാധ്യതയുള്ള മെഡിക്കേഷൻ അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ്. അവിടെ ആ ചാർട്ടിൽ റിവ്യൂ ചെയ്ത മൊത്തം മെഡിക്കേഷൻസ് അബ്രിവേഷൻ മൊത്തം കൊടുത്തിട്ടുള്ള മൊത്തം മെഡിക്കേഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നോക്കിയ ഫോർമുല നമ്മുടെ ഏതാണ് ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. നോക്കിയ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് error-prone abbreviations. അപ്പോ നമ്മള് അബ്രിവേഷൻസിൽ ഈ പിശക് വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്. അവിടെ ചാർട്ടിൽ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇപ്പോ പല ആളുകൾക്കും ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവര് അല്ലെ, ഇൻപേഷ്യൻസ് കിടത്തി ചികിത്സയിലൊക്കെ നമുക്ക് ഈ മരുന്നുകളോട് പ്രതികൂലമായിട്ട് നമുക്ക് പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻ കാണിക്കുന്നവരുടെ പെർസെന്റേജ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാ മരുന്നുകളും സ്യൂട്ട് ആവണമെന്നില്ല. ചിലർക്ക് അത് കഴിക്കുമ്പോ എന്തെങ്കിലും റിയാക്ഷൻ കാണിക്കാം അല്ലെ. എല്ലാ ടാബ്ലറ്റ്സും എല്ലാവർക്കും ഇതല്ല. ചിലർക്ക് ചൊറിച്ചില് വരാം, ചിലർക്ക് തുമ്മല് വരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല സിംറ്റംസുകളും കാണിക്കും, റിയാക്ഷൻ. ചിലര് ആ മരുന്നിനോട് റിയാക്ഷൻ കാണിക്കും. അപ്പൊ അങ്ങനെ അവിടെ ഇൻപേഷ്യൻസില് മരുന്നുകളോട് പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് അത് കാണിക്കുന്ന ആ പേഷ്യൻസിന്റെ പെർസെന്റേജ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മരുന്നുകള് അതിനകത്ത് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു 90% പേർക്കും റിയാക്ഷൻ കാണിക്കാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന ഫോൾട്ടാണ് അല്ലെ. അപ്പൊ അത് മാറ്റി എന്താണെന്ന് വെച്ച് ചെയ്യേണ്ടത് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പെർസെന്റ് ഇപ്പൊ 1 or 2 ഇപ്പൊ 1000 പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, അതിൽ ഒരാൾക്ക് നമുക്ക് ഒരു റിയാക്ഷൻ ഡ്രഗിനോട് റിയാക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല അല്ലെ. 1000 പേരിൽ ഒരാൾ അല്ലെങ്കിൽ 5000 പേരിൽ ഒരാൾക്കോ 2 ആൾക്കോ ഒക്കെ വന്നു എന്ന് വെച്ചാലും വലിയ പ്രശ്നമില്ല. ഇവിടെ നോക്കി അതിന്റെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം. അഡ്വേഴ്സ് അതേപോലെ നമുക്ക് നോക്കാം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് ദ റെസ്പോൺസ് ടു എ ഡ്രഗ് വിച്ച് ഈസ് ടോക്സിക് and unintended and which happens at doses normally used in man for prophylaxis. Prophylaxis വെച്ചാൽ രോഗനിവാരണം. Diagnosis രോഗനിർണയം or therapy of disease.
or therapy of disease for the modification of psychological functions. Physiologic functions കേട്ടോ, ഫിസിയോളജിക് ഫങ്ഷൻസ്. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, അപ്പൊ നമുക്ക് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയാ സംഭവിക്കുന്നത്, അത് മരുന്നുകളോട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കുകയാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ രോഗ നിവാരണത്തിന് വേണ്ടി, രോഗം മാറാനായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡയഗ്നോസിസ്, രോഗം നിർണയിക്കാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസിസ് ചെയ്യാൻ, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഡ്രഗ്സുകൾ കഴിക്കുമ്പോൾ, ഓർ തെറാപ്പി ഓഫ് ഡിസീസ്, എന്തെങ്കിലും ഡിസീസുകൾ തെറാപ്പി, ഇതൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഈ മരുന്നിനോടുള്ള ഒരു പ്രതികരണം കാണാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആ ഒരു നമ്മൾ പെർസെന്റേജ് നോക്കുകയാണ്. എങ്ങനെയാ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് inpatient developing adverse drug reaction. adverse drug reaction, റിയാക്ഷനോട്, ഈ ഡ്രഗിനോട്, മരുന്നുകളോട് പ്രതികരിക്കുന്ന ആളുകള്, പ്രതികൂലം ഇത് കാണിക്കുന്നവര്, ഈ മരുന്നിനോട് റിയാക്ഷൻ കാണിക്കുന്നവരുടെ ആ ഇൻപേഷ്യൻസിന്റെ എണ്ണം. number of inpatients developing adverse drug reaction, അതായത് മരുന്നുകളോട് റിയാക്ഷൻ കാണിക്കുന്ന ഇൻപേഷ്യൻസിന്റെ എണ്ണം, അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഇൻറ്റു 100. അവിടെ മൊത്തം അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ? number of inpatients developing adverse drug reaction divided by number of inpatients into 100. അപ്പൊ ഹോസ്പിറ്റലിൽ എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, ഇതാണ്. ഇപ്പൊ നമ്മളൊരു 1000 പേര് അഡ്മിറ്റ് ആണ് ഹോസ്പിറ്റലിൽ, അതിൽ ഒരു 5 പേർക്ക് നമുക്ക് ഡ്രഗ് റിയാക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 5 divided by total number of inpatients എത്രയാ? 1000. 5 divided by 1000 into 100. മനസ്സിലായില്ലേ? ഫോർമുലാസുകളൊക്കെയാണ് ഇത് ചോദിക്കുള്ളൂ. ഫോർമുലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ അവിടെ മൊത്തം അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, മരുന്നിനോട് ഒരു റിയാക്ഷൻ കാണിക്കുന്ന പേഷ്യൻസ് എത്രയുണ്ടെന്ന് നോക്കണം, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്തത് 7ാമത്തെ ടിക്കറ്റ് വെച്ചോട്ടോ. Percentage of unplanned return to OT. Percentage of unplanned return to OT. Okay, ഇത് എന്താണ്? അൺപ്ലാൻഡ്. അൺപ്ലാൻഡ് ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. നമ്മളൊരു സർജറി എന്ന് വെച്ചാൽ പ്ലാൻഡ് ആണ്, അല്ലെ? പ്ലാൻഡ് ആണ്. ഇന്ന ദിവസം നമുക്ക് സർജറി ചെയ്യാം, ഇന്ന ദിവസം ഈ ഡേറ്റ് ഫിക്സ് ചെയ്യും. ഓൾറെഡി ഇത്ര മണിക്ക് നമ്മൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കാണ്. ഇതെന്ന് വെച്ചാൽ അതൊരു പ്ലാൻഡ് ആണ്, നോർമൽ സർജറി. ഇനി ഈ സർജറി ഒക്കെ ചെയ്തതിന് ശേഷം ചിലർക്ക് സ്റ്റിച്ചൊക്കെ പഴുക്കാം. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്യാ, സർജറി കഴിഞ്ഞ് ഓൾറെഡി അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി, എങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് പഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പല അപൂർവ കേസുകളിൽ നമ്മൾ പറയൂലേ, എന്തെങ്കിലുമൊക്കെ സിസറൊക്കെ നമ്മള് വയറിന്റെ ഉള്ളിൽ വെച്ച് സർജറി കഴിഞ്ഞപ്പോ വയറ്റിനകത്തായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ അപൂർവമായിട്ട് നമ്മുടെ കേസുകൾ ഉണ്ട്. എന്തായിക്കോട്ടെ, ഇതാണെങ്കിലും നമ്മൾ ആസൂത്രിതമല്ലാതെ സർജറി ചെയ്തു പോയിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ എണ്ണം. കട്ടാവുന്നുണ്ടോ വോയിസ്? ഓക്കെ, റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? എല്ലാവർക്കും വോയിസിന് ബ്രേക്ക് തോന്നുന്നുണ്ടോ? ബ്രേക്ക് ആവുണ്ടോ? ക്ലിയർ? ഇടയ്ക്കുണ്ട്. മഴയുണ്ടോ അവിടെ? മഴയൊക്കെ ഉണ്ടോ? നോ. ഓക്കെ, ഇല്ല. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? 7ാമത്തെ, നമ്മള് സർജറി ഓൾറെഡി കഴിഞ്ഞു പോയി, അതിനുശേഷം വീണ്ടും നമ്മളത് പ്ലാൻഡ് അല്ല,
സർജറി കഴിഞ്ഞ പോയ ഒരാൾക്ക് വീണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന ആ പേഷ്യൻസിന്റെ പെർസെന്റേജ്. ഇവിടെ നോക്കിയേ, unplanned return to OT is defined as any secondary procedure needed for a complication that result directly from the index operations during the same admission. Okay, അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാത്ത ഇൻഡെക്സ് ഓപ്പറേഷനിൽ നിന്നൊക്കെ നേരിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ്, ഇപ്പൊ സർജറി ഓൾറെഡി കഴിഞ്ഞു, അതിനുശേഷം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ സർജറിക്ക് ചെയ്യേണ്ടി വരാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ സെക്കൻഡറി പ്രൊസീജിയർ ആയിട്ട് ഇതിനെ നമ്മൾ പറയുന്നു, നിർവചിക്കപ്പെടുന്നു. ഇനി ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടി വരും. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ്, ഡിബ്രിഡിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മള് ഈ മുറിവില്ലേ ആ സർജറി ചെയ്ത വൂണ്ടിലുള്ള ഡെഡ് സെൽസ്, ഫോറിൻ പാർട്ടിക്കിൾസ് ഇതിനെയൊക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡിബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. സർജറി ചെയ്ത ഒരു വൂണ്ട്, അവിടെയുള്ള ഡെഡ് സെൽസുകളോ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഡിബ്രിഡിമെന്റ്. സെക്കൻഡറി സ്റ്യൂട്ടറിങ്, സെക്കൻഡറി സ്റ്യൂട്ടറിങ് പറഞ്ഞാൽ തുന്നുക എന്നുള്ളത്. വീണ്ടും സ്റ്റിച്ച് ഇടേണ്ട കേസുകൾ വരാം, സ്റ്റിച്ച് ഒക്കെ വല്ല പടുത്ത് വീണ്ടും സ്റ്റിച്ച് ഇടേണ്ടതൊക്കെ വരാം. ആൻഡ് എംബോലക്ടമി കേട്ടിട്ടുണ്ടാവേട്. എംബോലക്ടമി എന്ന് പറഞ്ഞാൽ ബ്ലഡില്ലേ, ബ്ലഡ് വെസൽസിലെ രക്തക്കുഴലുകളിലൊക്കെ ബ്ലഡ് കട്ട പിടിക്കുന്നത് അത് നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു സർജറി എന്ന് പറയും. ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത്, കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറിയാണ് എംബോലക്ടമി. വാല്യുവേഷൻ അണ്ടർ അനസ്തേഷ്യ എക്സെട്ര. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഒരു പ്രാവശ്യം നമ്മൾ സർജറി കഴിഞ്ഞ് പോയിട്ട് ആസൂത്രിതമല്ലാതെ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് വീണ്ടും നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അന്ന് സർജറിക്ക് വിധേയരായിട്ടുള്ള മൊത്തം ആളുകളുടെ എണ്ണം. അതിലിപ്പോ ഒരു 50 പേർക്ക് ഒരു ദിവസം സർജറി ഉണ്ടെങ്കിൽ ചിലപ്പോ 2-3 പേരൊക്കെ ആയിരിക്കും വീണ്ടും സർജറിക്ക് വീണ്ടും തിയേറ്ററിലേക്ക് വരുന്നത്. അങ്ങനെ അപ്പൊ 3 ഡിവൈഡഡ് ബൈ 50 ആണെങ്കിൽ 50 × 100. മനസ്സിലാവല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? divided by total number of patients who underwent the surgeries in operation theatre. Total number of patients സർജറിക്ക് വിധേയരായിട്ടുള്ള അന്ന് മൊത്തം സർജറിക്ക് അവിടെ വിധേയരായിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. 7ാമത്തെ ടിക്ക് ഇട്ട് വെച്ചവിടെ. അടുത്തത് 8ാമത്തെ നോക്കിയേ, 8th one, percentage of surgeries where the organization procedure to prevent adverse event like a wrong site, wrong patient and wrong surgery have been adhered to. ഇവിടെ നോക്കിയേ, ഈ നമ്മള് പേപ്പറിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, സർജറി ചെയ്യണ്ടേ, ചിലപ്പോ കൈക്ക് വിരലിന് സർജറി ചെയ്യാൻ ചിലപ്പോ കയറ്റി കഴിയുമ്പോ ചിലപ്പോ ഏതാ 2ാമത്തെ വിരലിന് സർജറി ചെയ്യാൻ കയറ്റുമ്പോ ചിലപ്പോ അടുത്ത ഫസ്റ്റത്തെ വിരൽ വേണമെങ്കിൽ സർജറി ചെയ്യാം. അല്ലെങ്കിൽ കൈയുടെ ഇത് പറയുമ്പോ ഷോൾഡറിന് സർജറി പറയുമ്പോ ചിലപ്പോ കൈമുട്ടിന് ചെയ്യാം. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് കേട്ടിട്ടില്ലേ? മിക്കവാറും FIR-കളൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും യെസ്. അപ്പൊ നമ്മളെ റോങ് സൈറ്റ്, തെറ്റായ സൈറ്റ് ചിലപ്പോ കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ല, ചിലപ്പോ പേഷ്യൻസ് തന്നെ മാറിപ്പോ റോങ് പേഷ്യൻസ് ആൻഡ് റോങ് സർജറി, തെറ്റായ സർജറി മൂലം അപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു നമുക്ക് ഓർഗനൈസേഷന്റെ
ആ ഒരു പ്രൊസീജിയറിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഏതൊക്കെയാണ്? റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി തുടങ്ങിയ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയുന്നതിനുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറി. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തടയുന്ന, കണ്ടോ, പ്രിവെന്റ് അഡ്വേഴ്സ് ഇവന്റ്, പ്രതികൂലമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി അതിനെ തടയുന്ന ഓർഗനൈസേഷൻസിന്റെ പ്രൊസീജിയർ, ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ പെർസെന്റേജ്. അപ്പൊ എന്താ പറയാ, നേരായ രീതിയിൽ സർജറി ചെയ്യുന്നതാണ് ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ എന്താ, നമ്മൾ റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി തുടങ്ങിയ പ്രതികൂല സംഭവങ്ങള് തടയുന്നതിന്, പ്രിവെന്റ് അഡ്വേഴ്സ് ഇവന്റ് തുടങ്ങിയ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ പെർസെന്റേജ് എത്രയുണ്ടെന്ന് നോക്കിയാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. അവിടെ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന സർജറികളുടെ എണ്ണം. നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. ശരിയായ പ്രൊസീജിയർ, നടപടിക്രമം പാലിച്ചുകൊണ്ട് സർജറി ചെയ്യുന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ സർജറികളുടെ എണ്ണം. നമ്പർ ഓഫ് സർജറി വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ് ഡിവൈഡഡ് ബൈ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സർജറീസ് പെർഫോം. അവിടെ മൊത്തം പെർഫോം ചെയ്ത നിർവഹിച്ച സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. മനസ്സിലായോ? പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ചെയ്ത സർജറികളുടെ എണ്ണത്തെ അവിടെ മൊത്തം സർജറികളുടെ, അവിടെ മൊത്തം നടന്ന സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. മനസ്സിലാവല്ലേ? എട്ടാമത്തെ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ചിഞ്ചു ഇല്ലേ? ചിഞ്ചു ഒക്കെ ഫസ്റ്റ് മെസ്സേജ് ഇടുന്നേ. ഓക്കെ, ശിഖ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ചിന്നു എക്സെപ്റ്റ്. ഇനി അടുത്തത് നമ്മൾ പഠിച്ചത് തന്നെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ബ്ലഡ് ബാങ്കിൽ നമ്മൾ പഠിച്ചതാണല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഡോണേഴ്സ് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകള് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് നമ്മൾ നേരത്തെ ബ്ലഡ് റിസീവ് ചെയ്യാം, നമ്മുടെ ഓരോ ഗ്രൂപ്പിനും യോജിച്ച ഗ്രൂപ്പുകൾ ഏതാന്നൊക്കെ നമ്മൾ പഠിച്ചതാ. ഇനി നമ്മൾ സേഫ് ആയിട്ട് ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കാന്ന് പറഞ്ഞു അല്ലെ. പല HIV പോലുള്ള രോഗങ്ങൾ വരാം. നമ്മള് ലാസ്റ്റ് പറഞ്ഞു എന്താണ്, നമ്മുടെ ജീവൻ വരെയും നമുക്ക് അപകടത്തിലാകാം അല്ലെ, ഇങ്ങനെയുള്ള ഇത് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് നോക്കി ഇവിടെ എന്താ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എനി ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിരായിട്ടുള്ള മീനിങ് ആണ് കേട്ടോ. ഹോസ്റ്റൈൽ ഒമ്പതാമത്തെ ഫോർമുലയില് അഡ്വേഴ്സ്, പ്രതികൂലമായ എന്നുള്ള മീനിങ് ആണ്. അഡ്വേഴ്സ് റിയാക്ഷൻ, ഒരു ഹോസ്റ്റൈൽ റിയാക്ഷൻ to the transfusion of blood or blood component should be considered as transfusion reaction. ഇതാണ് ട്രാൻസ്ഫ്യൂഷന് എതിരായിട്ട് അല്ലെങ്കിൽ ബ്ലഡിലെ ഘടകങ്ങളുടെ ഏതെങ്കിലും പ്രതികൂലമായിട്ടുള്ള പ്രതികരണം. എന്താ അത്, നമ്മൾ എന്തെങ്കിലും പ്രതികൂലമായിട്ട് ഇപ്പൊ ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസോ ഒക്കെ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻസ്, എന്ത് വരാം, ചെറിയ ഒരു അലർജിക് റിയാക്ഷൻസ് വരാം, അത് മുതൽ ടു ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ്, ജീവൻ അപകടത്തിലാകുന്ന സംഭവങ്ങൾ വരെ സംഭവിക്കാം. സച്ച് ആസ് ട്രാനി, ട്രാനി എന്ന് പറയും, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഒന്ന് അവിടെ എഴുതി വെച്ചേ, ഇതിന്റെ നോട്ടിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോ. ട്രാൻസ്ഫ്യൂഷൻ
റിലേറ്റഡ്, ആർ എന്ന് പറഞ്ഞ റിലേറ്റഡ്, RELATED, റിലേറ്റഡ്. acute transfusion related acute lung injury, transfusion related acute lung injury. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യൂലേ, ആ ഡോണറിന്റെ രോഗപ്രതിരോധ കോശങ്ങള് ഈ റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ, മാച്ച് അല്ലാത്തത് വരുമ്പോ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഡോണറിന്റെ രോഗപ്രതിരോധ കോശങ്ങള് റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കാനുണ്ടാകുന്ന ഡിസീസ്, അതാണ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് വരെയും സംഭവിക്കാം. എങ്ങനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് നോക്കുന്നേ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞതാണോ ലങ്, LUNG, ലങ്സ്, ലങ് ഇഞ്ചുറി, INJURY, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി, LUNG, ലങ്, ശ്വാസകോശം, ലെൻസ്. ഇനി നോക്കിയേ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇത് 9ാമത്തെ ടിക്കറ്റ് വെച്ചോ കേട്ടോ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ, അവിടെ മൊത്തം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. അപ്പൊ അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എത്ര പേർക്ക് ഒരു റിയാക്ഷൻ വന്നു, റിപ്പോർട്ട് ചെയ്തു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടായി, അവർക്കുടെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്, അവിടെ മൊത്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത പേഷ്യൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. 9th 1 ഒന്ന് ടിക്കറ്റ് വെച്ചു കേട്ടോ, 9 ആ പേജിൽ. 10th 1 കൂടി അതിൽ നോക്കണം. 10ാമത്തെ ഫോർമുലയും ടിക്കറ്റ് വെക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി എന്താ? മോർട്ടാലിറ്റി മരണനിരക്ക് അല്ലെ. അപ്പൊ ICUല് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICUല് റിപ്പോർട്ട് ചെയ്ത മരണനിരക്കിന്റെ റേഷ്യോ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒത്തിരി ആളുകള് അവിടെ ICUല് ഡെത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഡെത്ത് റേറ്റ്. അപ്പൊ നമുക്കതൊരു നല്ലൊരു ഇതല്ല. ഇപ്പൊ ഹോസ്പിറ്റൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, അതിന്റെ ക്വാളിറ്റി അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ICUല് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ presumed or actual mortality and the anticipated mortality for a specific time period. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ICUല് നമ്മള് നമുക്ക് മരണം ശരിക്കും ICUല് കിടന്നിട്ട് ഇത്ര ഒരു മാസത്തിനുള്ളില് ICUല് ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം, അതിനെ നമുക്ക് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമ്മള് മുൻവിധിച്ചിട്ടുണ്ടാവുമല്ലോ, ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മുൻവിധിച്ചിട്ടുണ്ടാവും. മരിക്കുമെന്ന് ഉറപ്പായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഓക്കെ, അതിന്റെ മീനിങ് ആണ് നമ്മൾ ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കണേ. ഒരു നിശ്ചിത കാലയളവില്, അതിപ്പോ മാസമാവാം, ഇപ്പൊ ഒരു മന്തോ 2 മന്തോ അങ്ങനെയൊക്കെ ആവാം, ഒരു നിശ്ചിത കാലയളവില് നമ്മൾ ഗ്രഹിച്ചതോ അല്ലെങ്കിൽ യഥാർത്ഥമോ ആയ മരണനിരക്ക് ഒരു ടൈം, ഇപ്പൊ ഒരു മാസം കൊണ്ട് ICUല് ഉണ്ടായിട്ടുള്ള ശരിക്കും സംഭവിച്ച മരണം എത്ര ഡെത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തു, അതും നമ്മള് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ICUയിൽ തന്നെ മരണം പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ആ പേഷ്യൻസിന്റെ അത് തമ്മിലുള്ള ആ റേഷ്യോ ആണ്, അതിന്റെ അനുപാതമാണ്.
ശരിക്കും ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസും അതുപോലെ മരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മുൻവിധിക്കുക അല്ലെങ്കിൽ നമ്മൾ മരണം പ്രതീക്ഷിക്കുന്ന അതും തമ്മിലുള്ള ആ റേഷ്യോ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ വെന്റിലേറ്റർ ഒക്കെ കിടക്കുമ്പോൾ ചില ആളുകൾ നമുക്കറിയാം വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയില്ലേ? ജസ്റ്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഐസിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസ് അപ്പൊ പറയും ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് വെന്റിലേറ്ററിൽ ആണ്, വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞാൽ മരിക്കും എന്ന് പറയുന്ന ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അവര് മരിക്കും എന്നുള്ളത് ഓൾറെഡി അറിയാം. അങ്ങനെയുള്ള കേസുകൾ ഇവിടെ നോക്കിയേ, ഫോർമുല എങ്ങനെ? ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ഐസിയില് യഥാർത്ഥത്തില് സംഭവിച്ച മരണം, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU, ഐസിയില് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത എണ്ണം, അത് പേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100 ചെയ്യുക. Predicted deaths in ICU into 100. ക്ലിയർ ആയോ? ആ പേജില് 7ഉം 9ഉം 10ഉം നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് എല്ലാവരെ കൊണ്ടും ഫോർമുലാസ് ഒന്ന് വായിപ്പിക്കാം കേട്ടോ. ഇതിപ്പോ നമുക്ക് വേറെ ഡീറ്റെയിൽ ഒന്നും ഇല്ല, ഫുള്ള് 32 ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു സെക്ഷൻ വരുന്നത്, കീ ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. അതുള്ളൂ. ബാക്കി 32 ഫോർമുല തന്നെയാണ്. ഈ സെക്ഷനിൽ എന്തായാലും നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ലാസ്റ്റ് ഒരു സെക്ഷൻ ഉള്ളൂ, ബാക്കി ഇത് തന്നെയാ. അപ്പൊ കുറെ ഇങ്ങനെ ഫോർമുല മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് ഒരു 10 മിനിറ്റ് മുന്നേ നമുക്ക് ക്ലാസ് നിർത്താം. എന്നിട്ട് എല്ലാവരെയും കൂടി ജസ്റ്റ് ഞാൻ ഫോർമുല ഒന്ന് വായിക്കാം. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. ഓക്കെ, ഇത് ഫുള്ള് കണ്ടിന്യൂ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതാവും. അപ്പൊ നോക്കി നമ്മൾ എവിടെ പറഞ്ഞത്, ICUയുടെ ഈ ഫോർമുലാസ് ഒക്കെ പഠിക്കാൻ എളുപ്പമല്ലേ നിങ്ങൾക്ക് അല്ലെ? ഫോർമുല ഒന്നും പ്രശ്നമില്ലല്ലോ. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എഴുതാൻ പാടില്ലേ? ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫോർമുല കറക്റ്റ് എഴുതാനായിട്ട്. Yes. Actual death in ICU divided by predicted death in ICU into 100. ഇവ നോക്കിയേ, അടുത്തത് 11th എന്താ പറഞ്ഞേക്കുന്നത്? Return to emergency department within 72 hours with similar presenting complaints. Return to the emergency department. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം ഇപ്പോഴാ വിത്തിൻ 72 hours, 72 മണിക്കൂറിനുള്ളില് 72 മണിക്കൂറിനുള്ളില് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് സിമിലർ കംപ്ലൈൻസും ആയിട്ട് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ്. പെർസെന്റേജ് return to the emergency department within 72 hours with a similar presenting. ഇതാണോ? ഇത് വേണ്ട കേട്ടോ. ഇനി 14ാമത്തെ നോട്ട് ചെയ്തിട്ടാ മതി. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അതില് നമ്മൾ പറഞ്ഞല്ലോ 7 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് കൺഫേം ചെയ്ത് പറഞ്ഞുതരാം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളപ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇതൊക്കെ എന്തായാലും പഠിക്കണം. ഈ ടിക്ക് ഇട്ടുന്നത് എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, നോക്കിയപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമിലർ കംപ്ലൈൻസുമായിട്ട് 72 മണിക്കൂറിനുള്ളില് ഈ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫോർമുല നോക്കി, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്തിൻ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. കണ്ടോ, നേരെ ക്വസ്റ്റ്യൻ അവിടെ കിടക്കണ്ട ന്യൂമറേറ്ററില്, ഡിവൈഡഡ് ബൈ അതിന് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു എമർജൻസീസ്. എമർജൻസിയിൽ മൊത്തം വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു എമർജൻസി, എമർജൻസിയിലേക്ക് വന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം, നമ്പർ ഓഫ് പേഷ്യൻസ് അവരുടെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കി, അത് നേരെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ന്യൂമറേറ്റർ തന്നെ എടുത്ത് അങ്ങോട്ട് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് നേരെ ന്യൂമറേറ്ററിലേക്ക് ഇട്ടാൽ മതി. ഇനി അടുത്തത് 12ാമത്തെ നോക്കിയേ,
12. Incidence of hospital associated pressure ulcers after admission. Bed sore per 1000 patient day. Okay. ഇത് എന്ന് പറഞ്ഞ ബെഡ് സോർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ ഈ പ്രഷർ അൾസർ അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് പേഷ്യൻസ് കുറെ ഇങ്ങനെ എണിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഇല്ലേ, മുറിവ്, അതല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ബെഡിൽ തന്നെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അവര് കുറച്ച് ദിവസമൊക്കെ കിടക്കുമ്പോഴേക്കും അവരുടെ പുറമൊക്കെ ഇങ്ങനെ പൊട്ടും അല്ലെ, അങ്ങനെ മുറിവ് വരാം. ബെഡ് സോർ എന്ന് പറയുന്നത് ബെഡില് നമ്മൾ കുറെ സമയം, വയസ്സായ ആൾക്കാരൊക്കെ ഇതുപോലെ കിടക്കുമ്പോ അല്ലെ, സ്ട്രോക്ക് ഒക്കെ സ്ട്രോക്കിന്റെ ഇതല്ല പറയുന്നത്, അത് അവിടെ ഉണ്ടാകുന്ന പൂണ്ട ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബെഡ് സോർ എന്ന് പറയുന്നത്. അപ്പൊ കിടപ്പായിട്ട് പേഷ്യൻസ് ഒക്കെ, ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മള് വയസ്സായ ആൾക്കാർ കിടക്കുകയാണെങ്കിൽ വേദനയ്ക്കൊക്കെ അവര് ഒന്ന് ചെരിച്ചൊക്കെ കിടത്തൂലേ, വാട്ടർ ബെഡ് യൂസ് ചെയ്യാം അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഏതാണ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കും, എന്നിട്ട് അതൊക്കെ അവര് ചെരിച്ചൊക്കെ ഒന്ന് കിടത്തും അല്ലെ, അതൊക്കെ പിടിച്ചോന്ന് വെച്ചാൽ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അവിടെ പൂണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതാണ് ബെഡ് സോർ എന്ന് പറയുന്നത്. അതിന്റെ അപ്പൊ 100 പേഷ്യന്റ് 1000 പേഷ്യന്റ് എന്ന് പറയുന്നത് 1000 ദിവസം കൊണ്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 1000 ദിവസം കൊണ്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രഷർ അൾസർ എത്ര പേർക്ക് റിപ്പോർട്ട് ചെയ്തു, അതാണ് എത്ര പ്രഷർ അൾസർ അവിടെ റിപ്പോർട്ട് ചെയ്തു, ബെഡ് സോർ അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന്റെ പെർസെന്റേജ് നോക്കി ഇവിടെ താഴെ തന്നിട്ടുണ്ട്. എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ. കണ്ടോ, സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കിൻ ആൻഡ് ഓർ അണ്ടർലൈൻ ടിഷ്യൂസ്, അതിന്റെ അടിയിലുള്ളത് അത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ്. Localized injury to the skin and or underlying tissue, normally over a bony prominence, as the result of pressure or pressure in consolidation with the shear. Shear shear, katriga, scissors, shear, area, and on friction. ഇനി ബെഡ് സോറിന്റെ നമ്മൾ പറഞ്ഞു കിടപ്പാവുന്നു. പിന്നെ അല്ലാതെ നമ്മൾ പ്രഷർ പെട്ടെന്ന് കത്രികയൊക്കെ പെട്ടെന്ന് തറച്ചു കൊള്ളുവോ എന്തെങ്കിലും എടുക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷൻ മൂലം ഒക്കെ ഉണ്ടാകുന്ന ഒരു മർദ്ദത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വൂണ്ടും ടിഷ്യൂവിൽ ഉണ്ടാകുന്ന പരിക്ക്, അതിനെ പ്രഷർ അൾസേഴ്സ് എന്ന് പറയാം. അവിടെ ഷീർ എന്ന് പറഞ്ഞിട്ട്, ഷീർ കത്രിക മൂലം ഉണ്ടാകുന്ന ഒരു മുറിവ്. എങ്ങനെയാ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ worsening of pressure ulcer. worsening കേട്ടോ, worsening അല്ല, worsening എന്ന് പറഞ്ഞാൽ വഷളാകുക, അതീവ ഗുരുതരാവസ്ഥയിലാകുക, രോഗം മൂർച്ഛിക്കുക എന്നുള്ള മീനിങ് ആണ് worsening. WORSENING, worsening, വഷളാകുന്ന. നോക്കിയേ, number of patients who develop new or worsening of pressure ulcer. പ്രഷർ അൾസർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ആ നില വഷളാകുന്ന പേഷ്യൻസിന്റെ എണ്ണം അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 1000 നമ്മൾ പറഞ്ഞില്ലേ. അതായത് എന്താ ഇങ്ങനെ പറഞ്ഞ 1000 ദിവസം കൊണ്ട് നമ്മൾ അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് അൾസർ, പ്രഷർ അൾസർ എത്ര പേർക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യും? 1000 ദിവസത്തിന്. അതാ നോക്കുന്നത്, 1000 പേഷ്യന്റ് എന്നാ പറയുന്നത്. 1000 ദിവസം കൊണ്ട് അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് എത്ര പേർക്ക് ഈ പ്രഷർ അൾസേഴ്സ് റിപ്പോർട്ട് ചെയ്തു, അതാണ് അത് കണ്ടുപിടിക്കുന്ന ഫോർമുല. Number of patients who develop new or worsening of pressure ulcer divided by total number of patient day into 1000. ഇതിനടുത്ത് 13ാമത്തെ നോക്കിയേ, catheter associated urinary tract rate. ഇങ്ങനെ കണ്ടുപിടിക്കാം, catheter associated urinary tract infection rate. catheter-ആയിട്ട് നമ്മൾ യൂറിൻ പോക്കാനായിട്ട് യൂറിനറി catheter യൂസ് ചെയ്യുന്നു പറഞ്ഞു. urinary tract infection നമ്മളെല്ലാ നോസോക്രോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ പറഞ്ഞതാണ് അല്ലെ.
അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ പോകാനായിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ദീർഘനാള് ഈ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കാവുന്ന ഒരു ഇൻഫെക്ഷൻ. ഓക്കെ, കത്തീറ്റർ അസോസിയേറ്റഡ് urinary tract infection rate. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTI. UTI എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്, ഒരു മാസത്തില്. അപ്പൊ നമ്മൾ അവിടെ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചവരില് എത്ര പേർക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ എ മന്ത് divided by number of urinary catheter days in that month. ആ മാസം മുഴുവനും ഉപയോഗിച്ചിട്ട് എല്ലാവരും ഉപയോഗിച്ച എല്ലാവർക്കും ഇൻഫെക്ഷൻ വന്നില്ലല്ലോ. അപ്പൊ അവിടെ മൊത്തം ആ ഒരു മാസം മുഴുവനും എത്ര യൂറിനറി കത്തീറ്റർ, എത്ര പേഷ്യൻസിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഒരു മാസം ഹോസ്പിറ്റലില് ഒരു 500 പേഷ്യൻസിന് നമ്മൾ യൂറിനറി കത്തീറ്റർ ഇട്ടു. അതിലൊരു 50 പേർക്ക് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 50 ഡിവൈഡഡ് ബൈ എത്രയാ? 500 ഇൻറ്റു 1000. ഓക്കെ, കിട്ടിയില്ലേ? ഇക്വേഷൻ കിട്ടിയില്ലേ? നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്, ഒരു മാസം അവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തതിന്റെ എണ്ണം, അതിന് നമ്മൾ അവിടെ മൊത്തം ഉപയോഗിച്ച യൂറിനറി കത്തീറ്ററുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. അത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. പെർസെന്റേജ് റേറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 100 ആണ് വരാനുള്ളത്. നമ്മൾ ഇതിന്റെ ഒരു മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ഇവിടെ ടെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ കേൾക്കാതെ. ഓക്കെ, പെർസെന്റേജ് റേറ്റ് എന്ന് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം പെർസെന്റേജ് ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് 1000 എന്നൊന്നും പറയാത്തത് കൊണ്ട് അവിടെ 100 തന്നെയാണ് വരാൻ ചാൻസ്. ഓക്കെ, അടുത്ത് നോക്കി 14 നമുക്ക് നോക്കാം. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. നമുക്ക് വെന്റിലേറ്റർ, നമ്മൾ വെന്റിലേറ്റർ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ? അതിനകത്ത് ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പേഷ്യൻസിന് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ? അതിനകത്ത് ന്യൂമോണിയ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വരാം. ഒരു ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാന്ന് പഠിച്ചില്ലേ നിങ്ങള്? ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ അപകടങ്ങൾ വരാം എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. നോക്കിയേ 14 എങ്ങനെയാണ് ഫോർമുല? നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്, ഒരു മാസത്തെ പറയുന്നത് കേട്ടോ. ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഇവിടെ എല്ലാം 1000 തന്നെയാണ് നമ്മൾ തന്നേക്കുന്നത്. ഓക്കെ, 1000 തന്നെയാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. 1000 ഡേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. റേറ്റ് ആയതുകൊണ്ട് 100 തന്നെയായിരിക്കും. ഓക്കെ, അത് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. 14 എണ്ണം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി നോക്കി. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്, ഒരു മാസത്തെ കാര്യം പറഞ്ഞേക്കണേ. ഒരു മാസത്തില് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ സംഭവിച്ച പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ്. അപ്പൊ ആ മാസം എത്ര പേഷ്യൻസ് വെന്റിലേറ്റർ ഉപയോഗിച്ചു, മൊത്തം വെന്റിലേറ്റർ ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം, അതാണ് നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് എന്ന് പറയുന്നത്. ആ മാസം നമ്മുടെ വെന്റിലേറ്റർ ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. 100 തന്നെ ആയിരിക്കും. അവിടെ റേറ്റ് എന്നുള്ളതല്ലേ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞേക്കാം കേട്ടോ. അവിടെ റേറ്റ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ 100 തന്നെ ആയിരിക്കും അവിടെ വരുന്നത്. പെർസെന്റേജ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ 14 എണ്ണം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർമുലാസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഞാനൊന്ന് വായിപ്പിക്കാം. അപ്പൊ 14ാമത്തെ ഒന്ന് ടിക്കറ്റ് വെച്ചത് കേട്ടോ. 14 വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. Number of ventilator associated pneumonia in a month divided by number of ventilator days in that month to 100. നമുക്ക് അടുത്തൊരു ക്ലാസ് കൊണ്ട് തന്നെ
ഫോർമുലാസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വായിച്ച് പറഞ്ഞു പോകാനാണ് പറ്റും. ഓക്കെ, 14 നമ്മൾ എന്തെടുത്തേക്കുന്നത് കേട്ടോ, നോട്ട് ചെയ്ത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോട്ട് ചെയ്യാൻ പറഞ്ഞതാണോ? ഓക്കെ, ഇന്ന് നമ്മൾ 7 പറഞ്ഞു, 9 പറഞ്ഞു, 10 പറഞ്ഞു, പിന്നെ 14 അല്ലേ പറഞ്ഞോളൂ. ഓക്കെ, അത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, വായിച്ചു കേട്ടോ. ഈ രണ്ടെണ്ണം കൂടി പറയാം, അപ്പൊ ആ പേജ് കംപ്ലീറ്റ് ആവും. 15, 16 ചെറുത് തന്നെ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് ഫോർമുല മാത്രമേ ഉള്ളൂ അതിനകത്ത്. 15ാമത്തെ നോക്കിയേ, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. ബ്ലഡ് സ്ട്രീമിലൊക്കെ രക്തപ്രവാഹം. അപ്പൊ നമ്മളിങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞില്ല, ട്രാൻസ്ഫ്യൂഷന്റെ അല്ലേ, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കാണിക്കുന്ന ഫോർമുല നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത്, ഒരു മാസത്തെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻടു 100. അവിടെ 1000 എന്നാണ് ചെക്ക് ചെയ്തില്ല, പ്രിന്റഡിന്റെ വല്ല പ്രശ്നമായിരിക്കും. റേറ്റ് ആയതുകൊണ്ട് അവിടെ നമ്മൾ 100 തന്നെയാണ് വരാൻ ചാൻസ് ഉണ്ട്. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, ഒരു മാസം നമ്മൾ അവിടെ നമുക്ക് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസിന്റെ എണ്ണം അതിനെ ഡിവൈഡ് ബൈ സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഇനി അടുത്ത് 16ാമത് നോക്കി, അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്തിട. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ നമ്മൾ പഠിച്ചല്ലേ, SSI, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും, ഇപ്പൊ നമ്മള് ഈ CSSD പഠിച്ചില്ലേ, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാത്ത വല്ല സിറപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടൊക്കെ നമുക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം. സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിന്റെ റേറ്റ്, നമ്മൾ ചെയ്യുന്ന സർജറി ചെയ്യുന്ന എല്ലാവർക്കും ഇൻഫെക്ഷൻ അത് വരികയെന്ന് വെച്ചാൽ ഒരുപാട് ഇത് തന്നെയാണ് ഹോസ്പിറ്റലിൽ സംഭവിച്ചുള്ളത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് എങ്ങനെ കാണാം? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കാണുന്ന ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ given month, ആ ഒരു മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്, ആ ഒരു മാസം പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്, ആ ഒരു മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആ ഒരു മാസം മൊത്തം പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. 16ാമത്തെ നോട്ട് ചെയ്തിട്ടോ. 14, 16 നമ്മള് ഇപ്പൊ ഇതുപോലെ 500 പേര് ഒരു മാസം സർജറി ചെയ്തു, അതിൽ ഒരു 10-20 പേർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വന്നു. എങ്ങനെ കണ്ടുപിടിക്കാം? 20 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 അല്ലെ? അതിന്റെ പെർസെന്റേജ് നോക്കൂ. അപ്പോ നമ്മൾ അതൊക്കെ ഇതെല്ലാം നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞേ, ഇതൊക്കെ വെച്ചിട്ടാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ 16 എണ്ണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തീർച്ചിട്ടുണ്ട്. ബാക്കി നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാം കേട്ടോ. ആ ഫോർമുലാസ് നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് പറഞ്ഞ ഫോർമുലാസ് ഒക്കെ നമുക്കൊന്ന് വാങ്ങിക്കാം.
ജസ്റ്റ് എനിക്കൊന്ന് ഓർമ്മയിൽ നിൽക്കും. ശിഖ ഫസ്റ്റ് ഫോർമുല വായിക്കോ? ശിഖാക്ക് ഇമ്പോർട്ടന്റ് ആണ് വായിക്കുന്നത്. ഇമ്പോർട്ടന്റ്, നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് മാത്രം ഒന്ന് വായിച്ചു പോകാൻ പറ്റും. ഓക്കെ. ഫോർമുല 1, sum of time taken for initial assessment divided by total number of admissions. Total number of admissions. Next. Number of reporting errors divided by number of tests performed into thousands. എത്രാമത്തെ കൊണ്ട് വായിക്കാം? Number 2. ഫോം വായിച്ചാൽ മതി. ആ ഇമ്പോർട്ടന്റ് മാത്രം ഒന്ന് നോക്കി പോകാം നമുക്ക്. ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് ചെയ്തതാണ് വായിച്ചത്. നമ്മൾ നോട്ട് ചെയ്തോ? 1 കഴിഞ്ഞാൽ 4 അല്ലേ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നേ? 4 നോട്ട് ചെയ്തായിരുന്നോ? എന്റെ ഇതില്ലല്ലോ. 1 4 അല്ലേ പറഞ്ഞേ? സോറി മാം, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക്. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ. Total number of medication errors divided by total number of opportunities of medications errors into 100. Okay, very good. ഇനി നെക്സ്റ്റ് ആരെ വായിക്കാം? ഹർഷ ഉണ്ടോ? ഹർഷ വായിക്കോ? ചിന്നു വായിക്കോ? ഓക്കെ, അടുത്ത വായിച്ചോ. 7th one. Percentage of unplanned return to OT. The equation, number of unplanned return to OT divided by number of patients who underwent surgeries in the OT into 100. Into 100. Okay. Next, 9th one, I say. Percentage of transfusion reactions. And the equation, number of transfusion reactions divided by number of units transferred into 100. Okay, into 100. Next, ആരാ വായിക്കാം? രേഷ്മ വായിക്കാമോ? 10th one. Yes, miss. Yes. Standardized mortality ratio for ICU. Formula: actual death in ICU divided by predicted death in ICU into 100. Predict ചെയ്തത് ICU-ല് predict ചെയ്ത പേഷ്യന്റിന്റെ ഡിവൈഡ് ചെയ്ത് into 100 ചെയ്യുക. ഒന്നുകൂടി വായിച്ചേ. 14. Ventilator associated pneumonia rate. Formula: number of ventilator associated pneumonia in a month divided by number of ventilator days in that month into 1000. അത് 100 തന്നെ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ റേറ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് 100 ആയിരിക്കും. അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ അടുത്തത് ലാസ്റ്റ് 16ാമത്തെ ഒരാളുകൂടി. ചിഞ്ചു ഉണ്ടോ? ചിഞ്ചു അജീഷ്. ചിഞ്ചു 16ാമത്തെ ലാസ്റ്റ് ഫോർമുല ഒന്ന് വായിക്കോ ചിഞ്ചു? തുഷാര ഉണ്ടോ? തുഷാര. നിച്ചി ഉണ്ടോ? അരുണ. പിന്നെ ആരാണ്? ബഷീർ. ബഷീർ എന്ന് പറഞ്ഞ ആരാ ജോയിൻ ചെയ്തേക്കുന്ന? പറ്റി തുഷാര അവിടെ സോറി മാമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്ത് പറ്റി തുഷാര? ഓക്കെ, ഒരാളും കൂടി ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാന്ന് പറഞ്ഞ് ലാസ്റ്റത്തെ ഫോർമുല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓഫീസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും ഒരാളും കൂടി ലാസ്റ്റ് ഒന്ന് വായിച്ചു നിർത്തോ? ഞാൻ വായിക്കാന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് വായിക്കും പിള്ളേരെ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. രേഷ്മയാണോ? രേഷ്മ ശരത്. ഓക്കെ, വെരി ഗുഡ്. Surgical site infection rate. Formula: number of surgical site infection in a given month
divided by number of surgeries performed in that month into 100. ഓക്കെ, നമുക്കറിയാം നമ്മൾ സൂത്ര വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റിക്കൂല ആരും. ജസ്റ്റ് ഫോർമുലാസ് മാത്രം ഈ സെക്ഷനിൽ നിന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ഇത് എല്ലാവരും പഠിക്കണം. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. 2 മിനിറ്റ് മുന്നേ 28 ആയോളും ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നം, നല്ല തൊണ്ടവേദനയുണ്ട്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിത്തെ ഫോർമുലാസ് നോക്കാം കേട്ടോ. ഓക്കെ, Thank you, ma'am.